ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുൻപായി ഒന്ന് പറഞ്ഞോട്ടെ, സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഏതായാലും നന്ദു നയനയെ ഫോൺ വിളിച്ചിട്ട് സങ്കടം പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അനിയെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. മിക്കവാറും അവൻ കാരണം ഞാൻ എൻ്റെ സ്വപ്നമൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരും എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നന്ദു പറയുന്നുണ്ട്, അവൻ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു, അതിൻ്റെ പേരിൽ എന്നെ ഇവിടുന്ന് മിക്കവാറും പുറത്താക്കും. ഞങ്ങൾ ട്രെയിനീസ് എല്ലാം ഓടാൻ പോകുമ്പോൾ അതിനിടയിലേക്ക് അനി ഇടിച്ചു കയറി വന്നു. പുറത്ത് വെച്ച് കണ്ടില്ലെങ്കിൽ അവൻ ക്യാമ്പിൻ്റെ ഉള്ളിലേക്കും വന്നേനെ. സെക്രട്ടറിയുടെ കണ്ണും വെട്ടിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നന്ദു നയനയോട് ഭയങ്കര സങ്കടത്തിൽ. അവനിപ്പോൾ ഒരു ഭാര്യയുണ്ട്, അത് ആരും മറക്കണ്ട. നിങ്ങളെല്ലാവരും അവനെ ഒന്ന് തിരുത്താൻ നോക്ക്. ഏതായാലും അത് കേട്ട് നയനക്കും വല്ലാത്ത വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് നയന ഇളയച്ചനെ കണ്ടിട്ട് അനി നന്ദുവിനെ കാണാൻ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നയന ഇളയച്ചനെ വിമർശിക്കുന്നുണ്ട്. എല്ലാവരും അനിയുടെ പിറകെ നടന്ന് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇളയച്ചൻ മാത്രം അവനെ ഒന്ന് തിരുത്താനോ ശ്വാസിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഇളയച്ചൻ ഒന്ന് സ്ട്രിക്റ്റായി പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അനുസരിക്കും. അവൻ കാരണം എൻ്റെ നന്ദുമോളുടെ സ്വപ്നമാണ് പൊലിയാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ ട്രെയിനർ ഒരു കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്താക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇളയച്ചൻ ഒന്ന് കാര്യമായിട്ട് തന്നെ അനിയെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട്, മോളെ ഞാനിപ്പോൾ തന്നെ അവനെ വിളിക്കാം, ഇങ്ങോട്ട് വരാൻ പറയാം, മോള് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയൻ വിളിച്ചതനുസരിച്ച് അനി അച്ഛനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്, ഇവിടെ എന്തെങ്കിലും വഴക്ക് നടന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, നടന്നു എന്നും പറഞ്ഞ് അനിയുടെ കാരണം നോക്കി നന്നായിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഏതായാലും അത് കണ്ട് നയനക്കും വല്ലാതാകുന്നുണ്ട്. എന്നിട്ട് അജയൻ അനിയോട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരു കുടുംബമുള്ളതല്ലേ, എന്നിട്ടാണോ നീ നന്ദുവിനെ കാണാൻ പോകുന്നത്? അപ്പോൾ അനി പറയുന്നുണ്ട്, അവൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോൾ പോയതാണ്. അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട്, മിണ്ടരുത്, നീ കാരണം അവളുടെ ജോലി തെറിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നയനമോളി എന്നെ കുറ്റപ്പെടുത്തിയത്, വിമർശിച്ചത്. അച്ഛനായിട്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉപദേശമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. എടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന്, എന്നിട്ടും കേൾക്കാതെ വന്നാൽ നിന്റെ കരണം തടിക്കേണ്ടേ? എനിക്ക് വല്ലാതെ സങ്കടമാകുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ഞാൻ തല്ലാൻ വേണ്ടിയല്ല പറഞ്ഞത് ഇളയച്ച എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, മോൾ തല്ലാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് എനിക്കറിയാം, പക്ഷെ തല്ലണം. ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ ഇവനെ ശ്വാസിച്ചിട്ട് പോലുമില്ല. എന്ത് കാര്യത്തിന് ഇവൻ്റെ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. ഇവൻ്റെ അമ്മ ഇവനെ വഴക്ക് പറയുമ്പോൾ പോലും അവളെ തിരുത്താനേ ഞാൻ നോക്കാറുള്ളൂ. അതൊക്കെ ഇവനറിയാം. എന്നിട്ട് ഇവൻ എല്ലാവരെയും ധിക്കരിച്ച് അങ്ങോട്ട് പോയത്. അന്നേരം അനി പറയുന്നുണ്ട്, അച്ഛ എനിക്കൊരു മനസ്സമാധാനവുമില്ല. എടാ, നീ കാരണം മറ്റുള്ളവർക്ക് മനസ്സമാധാനം ഇല്ലാത്തത്. നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും പോക്കുണ്ടല്ലോ, അത് ഈ വീട്ടിനകത്ത് എല്ലാവരുടെയും സമാധാനം തല്ലിക്കെടുത്തുക. അതിങ്ങനെ പുകയുകയോ, ആ പുകച്ചിൽ അവസാനിപ്പിച്ചേ പറ്റൂ. അതിനൊരു ഭർത്താവെന്ന നിലയിൽ നീയാണ് ശ്രമിക്കേണ്ടത് എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. കരഞ്ഞ പോലെയുണ്ട് അനിയുടെ മുഖമൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ പ്രവൃത്തികൾ ഞാൻ എല്ലാവരെയും കാണിച്ചതല്ലേ. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, എടാ, അവളങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നതോ? എടാ, നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? അപ്പോൾ അനി സങ്കടത്തോടെ പറയുന്നുണ്ട്, അച്ഛ, കല്യാണം കഴിച്ച അന്ന് മുതൽ അനാമിയയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അവൾ ഈ തറവാട്ടിൽ കയറി പറ്റിയത് ഇവിടുത്തെ സ്വത്തൊക്കെ കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ്. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അച്ഛൻ കോപത്തോടെ പറയുന്നുണ്ട്, നിർത്തടാ, നിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നീ അവരെ കുറ്റപ്പെടുത്തണ്ട. മേലിൽ നന്ദുവിനെ വിളിക്കാനോ കാണാനോ പാടില്ല, മനസ്സിലായോ നിനക്ക്? അതേ എന്ന് തലയാട്ടിക്കൊണ്ട് അനി അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനസ്സും ശരീരവും ഒരുപോലെ മോശമായ പെണ്ണിനെ എനിക്ക് വേണ്ട. ഏതായാലും അനിയെ അടിച്ചതിൽ നയനക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് അനിയെ തല്ലിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന അനി പറയുന്നുണ്ട്, എന്നെ തല്ലിയതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അച്ഛനും ഏട്ടനും മുത്തച്ഛനും ഒക്കെ എന്നെ തല്ലാനുള്ള എല്ലാ അവകാശവുമുണ്ട്. എന്നിട്ട് നയൻ അനിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇങ്ങനെയുള്ള സാഹസമൊക്കെ കാണിക്കുന്നത്? അപ്പോൾ അനി പറയുന്നുണ്ട്, ഏട്ടത്തി, ഞാനീ സാഹസം കാണിച്ചത് കൊണ്ടാണ് നന്ദു അവിടെ കിടന്ന് നട്ടം തിരിയുന്ന കാര്യം മനസ്സിലായത്. അവളുടെ ഓഫീസർ അവളെ തോൽപ്പിക്കുമെന്ന വാശിയിലാണ്. ആകെ ശ്വാസം മുട്ടിയാണ് അവൾ അവിടെ കഴിയുന്നത്. അതിനുള്ള പരിഹാരം ഏട്ടനും ഏട്ടത്തിയും കാണണം. അതിലിടയ്ക്ക് എനിക്ക് തല്ല് കിട്ടിയതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് തന്നെയാണ് നിന്റെ പ്രശ്നവും.
അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതമാണ് ഞാനിപ്പോൾ നയിക്കുന്നത്. ഏട്ടന് ഏട്ടത്തിക്ക് പകരം അനാമികയെ പോലെയുള്ള ഒരു ഭാര്യയെയാണ് കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ പ്രയാസം ഏട്ടന് മനസ്സിലാകുമായിരുന്നു. അതും പറഞ്ഞ് അനി അവിടുന്ന് വിഷമത്തോടെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയെയും നബിയെയുമാണ്. അങ്ങനെ ആ സന്തോഷവാർത്ത നബി അബിയോട് പറയുന്നുണ്ട്. അബിക്ക് അത് കേട്ട് സന്തോഷമുണ്ടെങ്കിലും നബിയോട് കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പോയിട്ട് മുത്തശ്ശൻ്റെ കാലൊക്കെ പിടിച്ച് തിരുമ്മി കൊടുക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല നിനക്ക് തന്നതുകൊണ്ടുള്ള സന്തോഷ പ്രകടനമാണോ ഇത്? ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.